അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന് സസ്പെൻഡ് ചെയ്ത റവന്യൂ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, പണം തിരിച്ചടച്ചതിന് പിന്നാലെ നടപടിയും പിൻവലിക്കുന്നു. വിശദാംശങ്ങൾ ഷഫീദ്. രജിത്ത്, നമുക്കറിയാവുന്ന പോലെ തന്നെ ധനവകുപ്പ് നടത്തിയ പരിശോധനയിലായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ള വിവരം കണ്ടെത്തിയത്. അതിന് പിന്നാലെ 1500ഓളം ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു കണ്ടെത്തലും ധനവകുപ്പ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ധനവകുപ്പ് തന്നെ ഈ ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചു, അതായത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ വിവരമടക്കം ശേഖരിച്ചുകൊണ്ട് ധനവകുപ്പ് ഈ അതാത് വകുപ്പുകൾക്ക് വിവരം കൈമാറിയിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ അതിനുശേഷം 18% പലിശ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി തുകയും പലിശയും തിരിച്ചടച്ചതിന് പിന്നാലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളത്. 16 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിനാലാണ് സർവീസിൽ എടുത്തതെന്ന് ആ ഉത്തരവിൽ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. റവന്യൂ വകുപ്പ് മാത്രമല്ല, സർവേ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരെ കൂടി സമാനമായ രീതിയിൽ നടപടികൾ പൂർത്തിയാക്കി തിരികെ എടുക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.